ഹലോ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ രാവിലെ ഇപ്പോൾ 7:30 ആയിട്ടുണ്ട് കേട്ടോ. സിജോദി ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ സിജോൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവളൊന്നും കൂടെ എണീറ്റു. സാധാരണ അവൾ ലൈറ്റായിട്ടാണ് എണീക്കാറ്. ഇന്നിപ്പോൾ സിജോ കീ എടുക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ അത് കേട്ട് എണീറ്റതാണ് കേട്ടോ ആൾ. എന്നിട്ട് സിജോൻ്റെ കൂടെ കാറി പോയി ഇരിക്കുകയാണ്. ഞാനിപ്പോൾ പിന്നാലെ ചെല്ലാണ് എടുക്കാനായിട്ട്. അപ്പോൾ ചുമ്മാ ഒന്ന് ഗേറ്റ് വരെ പോയിട്ടാണ് സാധാരണ അവളെ കൊണ്ടാക്കാറ്. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് ആവുകയും ചെയ്തു. ഇവളാണെങ്കിൽ ഭയങ്കര വാശിയായിരുന്നു. ചുമ്മാ ഒന്ന് ഗേറ്റിൽ കൊണ്ടുപോയി റിട്ടേൺ അവളെ റൂമിലാക്കി കഴിഞ്ഞ് പിന്നെ അവൾ കൂളായിരിക്കും. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കാറിൽ കണ്ടോ തിരിച്ചങ്ങോട്ട് തന്നെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഞാൻ നേരിട്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ. ഒന്ന് റോഡ് വരെ ഒന്ന് കാണിച്ചതാണ് ആളെ. എന്നിട്ട് റൂമിലൊക്കെ എത്തി. പിന്നെ അവളവിടെ നിന്ന് കളിച്ചു. സിജോ ഓഫീസിലേക്ക് പോയി. ഞാനാണെങ്കിൽ ഇന്ന് അപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ തന്നെ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിനും. അപ്പോൾ അപ്പം ഇന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ 3-4 അപ്പമൊക്കെ ഞാൻ ചുറ്റും കഴിഞ്ഞു. അവളെ എൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അവൾക്ക് ചായക്ക് കൊടുത്തു. ഇന്നിപ്പോൾ അവൾ വലിയ വാശിയൊന്നും എടുത്തില്ല കേട്ടോ. അവൾ ഇന്നലെ കുറച്ച് നേരത്തെയാണ് കിടന്നുറങ്ങിയത്. അത് കാരണം ഇന്ന് വലിയ വാശിയൊന്നും ഇല്ലാണ്ടാണ്, പ്രശ്നമില്ലാണ്ട് ആളിരിക്കുന്നുണ്ട്. അത് കാരണം എൻ്റെ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞു. പിന്നെ ചായ ഉണ്ടാക്കി. പിന്നെ സിജോ വന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം റെഡിയാക്കി വെക്കാറുണ്ട്. കാരണം വന്നപ്പോൾ തന്നെ ചായ കുടിച്ച് പോകും. അതുതന്നെ എല്ലാം റെഡിയാക്കി വെച്ചത്. മുട്ടക്കറിയൊക്കെയാണ് വെച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് ചായ കുടിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. സിജോ അങ്ങനെ ഡ്യൂട്ടിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് പുറത്ത് വിരിച്ചിടാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവളുടെ പുതപ്പ് അതൊന്ന് കഴുകി ഞാൻ പുറത്ത് കൊണ്ടിടാൻ പോവാണ്. അവളെയും കൊണ്ട് പോവാണ്. എന്നിട്ട് വേണം വന്നിട്ട് അവളെ കുളിപ്പിച്ച് റെഡിയാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് പോവാണ് കേട്ടോ. മുമ്പൊക്കെ അവൾ എൻ്റെ ഒക്കത്തുനിന്ന് മാറിയില്ല. ഞാൻ എടുത്തിട്ട് നടക്കണം. ഇപ്പോൾ ആൾ കുഴപ്പമില്ലാണ്ട് നടന്നൊക്കെ വരും. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ബക്കറ്റും ഇവളെ എടുത്തുകൊണ്ടാണ് പോവാറ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ട് പുതപ്പൊക്കെ വിരിച്ചിടാനായിട്ട് പോകാണ്ട്. അപ്പോൾ നല്ല വെയിലുണ്ട്. രാവിലെ ഒരു പുതപ്പ് വിരിച്ചിട്ടാലും വൈകിട്ട് ബാക്കിയുള്ള ഡ്രസ്സെല്ലാം വാഷ് ചെയ്തിടാൻ പറ്റുള്ളൂ. കാരണം ഒരു ചെറിയ സ്റ്റാൻഡാണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാം കൂടി നമുക്കിടാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് പുതപ്പിനൊക്കെ നല്ല കട്ടിയുള്ള കാരണം ഇത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ ഇത് വിരിച്ചിടതിന് ശേഷം ഉച്ചയാകുമ്പോഴേക്കും ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ അടുത്തത് വിരിച്ചിടാനായിട്ട്. അപ്പോൾ അവളെ ഞാൻ താഴെയൊക്കെ നിർത്തിയിട്ട് ഇതെല്ലാം വിരിച്ചിടാണ് കേട്ടോ. അവളവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ നല്ല വെയിലാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് തണലുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലാവും. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. വാ പോവാം നമുക്ക്. ഇനി വാ റൂമിൽ പോവാ. നമുക്ക് റൂമിൽ പോവാം. വായോ കുളിക്കണം. വായോ പിടിക്കാൻ മേലെ പിടിക്കും. അമ്മ നോക്കട്ടെ. എന്നിട്ട് കയ്യിൽ എന്നിട്ട് പുറത്തുനിന്ന് എടുത്തിട്ടുണ്ടാന്നേ. അയ്യോ, അതൊന്നും എടുക്കാൻ പാടില്ല. അയ്യ, അതിൽ നിന്ന് കൊള്ളില്ല. നോക്കട്ടെ, അതിലൊക്കെ തേരട്ടുണ്ട്. തേരട്ട. അയ്യേ, അതെ. അയ്യോ, അതില്ലേ ഇതിൻ്റെ ഉള്ളിൽ പുയ്യുണ്ട്. പുയ്യു. ഇത് പുയ്യാണ്. പുയ്യു. അത് പിടിച്ചോ. പുയ്യു പിടിക്കട്ടെ നിന്നെ. ഞാനേ അപ്പനെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോട് വിളിച്ച് പറയുന്നുണ്ട്. ഓ, പുയ്യുവിനൊക്കെ എടുത്തിട്ട് നിന്ന്. ഇത് അമ്മാനിക്ക് തന്ന അമ്മാനി ഒരു സാധനം തരാം. എന്നിട്ടായിരിക്കും ഇത് അമ്മാനിക്ക് തന്ന അമ്മാനി ഐസ്ക്രീം തരാം. വേണ അന്നത് തായോ. അങ്ങനെ നല്ല കുട്ടി. അപ്പൊ ഐസ്ക്രീം വേണ്ടേ? ഐസ്ക്രീം വേണ്ടേ? അന്നെടുത്തോ. അന്ന് ഐസ്ക്രീം വേണ്ടെങ്കിൽ വേണ്ട. ഐസ്ക്രീം വേണമെങ്കിൽ അമ്മാനിക്ക് അത് തായോ. ഐസ്ക്രീം തിന്നാ. ഇവിടെ വന്നിരിക്കി. ഐസ്ക്രീം തരാം. കയറിയിരിക്കാം. അങ്ങനെ ഷൂസൊക്കെ ഒരു ഷുഡിയോ. ഐസ്ക്രീം വേണോ?
അവൾക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാലും ഞാൻ അധികം ഒന്നും കൊടുക്കാറില്ല, പേരിനൊരു ടീസ്പൂൺ മാത്രമേ കൊടുക്കാറുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ അവൾക്ക് അടുത്ത് തന്നെ തൊണ്ടവേദനയും മൂക്കടപ്പും അങ്ങനെ ചെറിയൊരു ഇതൊക്കെ വന്ന കാരണം കൊണ്ടും ആദ്യം അങ്ങനെ കൊടുക്കലില്ല. ആൾ ഇടയ്ക്ക് ചോദിക്കും, അപ്പോൾ ഒരു ടീസ്പൂൺ ഇടയ്ക്ക് ഒന്ന് കൊടുക്കുക മാത്രമേ ഉള്ളൂ. അടുത്തപ്പോൾ ആൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തു. പിന്നെ അവൾക്ക് തലയിലൊക്കെ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തു. ഇങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്നിരിക്കുന്ന സമയത്ത് നമ്മൾ തേച്ച് കൊടുത്ത ആളങ്ങനെ ഇരുന്നോളും, അത് കാരണം കുഴപ്പമില്ല. ഇപ്പോൾ ആളെ മൊബൈലിൽ നോക്കിയിട്ടാണ് അവനെ തിന്നണത്. ആൾക്ക് ആളെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഇങ്ങനെ നിർത്തി. പിന്നെ ഫുഡൊക്കെ കൊടുക്കണം, എനിക്ക് കഴിക്കണം. ഇത് കഴിയുമ്പോൾ ആൾ ഉച്ചയ്ക്ക് ഒരു ഉറക്കം ഉറങ്ങും. ഇപ്പോൾ ആൾ നല്ല കുഴപ്പമില്ലാണ്ട് വാശിയൊന്നുമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. ഇനി കിടത്തി ഉറക്കണം കേട്ടോ കുറച്ച് നേരം, എന്നാലാണ് ഇനി എനിക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ രാവിലത്തെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി മാവ് വന്നിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു, ഒരെണ്ണം വെള്ളത്തിൽ വെച്ചേക്കാണ് കേട്ടോ പാത്രത്തിൽ നിന്ന് എടുക്കാനായിട്ട്. അപ്പം ഇന്ന് വട്ടയപ്പം ചായ കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളെ വട്ടയപ്പം ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ വെച്ച് സുജി അപ്പോൾ വരുന്ന വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചായയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അവളും അതിൻ്റെ ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അപ്പോൾ അവൾക്ക് സാധാരണ പാലാണ് കൊടുക്കാറ്. ഇപ്പോൾ അവൾ പാലിപ്പോൾ ആൾക്ക് വലിയ താല്പര്യമില്ല. പിന്നെ പാൽ ചായ ആയിട്ടും കുടിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് കട്ടൻ ചായ എടുത്തിട്ടുണ്ട്, അതും കുറച്ചൊക്കെ കുടിക്കത്തുള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് സിജോ അതേ വന്നപ്പോൾ 2 പപ്സും കട്ട്ലേറ്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതും കഴിച്ചു. പിന്നെ വട്ടയപ്പം അതുകൊണ്ട് തന്നെ ഒരെണ്ണം എടുത്തിരുന്നുള്ളൂ, ഒരെണ്ണം മാറ്റി വെച്ചേക്കാണ് കേട്ടോ നാളത്തേക്ക് എടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പപ്സും കട്ട്ലേറ്റും കഴിച്ചു. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കാന്താര സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലൈമാക്സ് ആവാറായി. അപ്പം ഞങ്ങളത് 3 ദിവസം കൊണ്ടാണ് ഇപ്പോൾ കണ്ട് തീർത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാന്താര സിനിമ അങ്ങനെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണം. ഒരാഴ്ച നമ്മളൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ടൊന്ന് ഞാൻ ചുണ്ടു അപ്പോൾ പുറത്തിറങ്ങാമെന്ന് വെച്ചേക്കണം. അപ്പോൾ അവൾ സുജാൻ്റെ കൂടെ പോയിട്ട് ബ്രഷ് ചെയ്യാൻ കേട്ടോ, ചായ കുടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആൾക്ക് പേസ്റ്റ് ഇട്ട് തേക്കാൻ ഭയങ്കര മടിയാണ്. എന്നാലും ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വെറുതെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ തേക്കും. ആ പേസ്റ്റ് ഇട്ട് തേക്കാൻ ആൾക്ക് ഭയങ്കര മടി കൂടുതലാണ്. എന്നാലും ഞങ്ങൾ ഡെയിലി രാവിലെ അതിനൊക്കെ ബ്രഷ് ചെയ്യിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിജോനെ എന്നെയൊക്കെ തേപ്പിക്കാൻ നോക്കണ്ട ആൾ. അപ്പോൾ സിജോ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബ്രഷ് ഇങ്ങനെ ചെയ്യിക്കുകയാണ് അതുകൊണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം, പിന്നെ ഞങ്ങളിതേ റെഡി ആവാണ്. അവൾ ഷൂവൊക്കെ ഇടിച്ചു. ഇനി ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് പോവാണ്. കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, കാരണം 3 ദിവസമായിട്ട് സിജോന് കുറച്ച് തിരക്കായിരുന്നു. അത് കാരണം കുറച്ചധികം സാധനങ്ങൾ തന്നെ ഇന്ന് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഒന്ന് ഇറങ്ങി കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാറ്, അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതേ നെസ്റ്റോയിൽ എത്തി കേട്ടോ. ഇനി ഇതിപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങാൻ പോകണം. അപ്പോൾ അവളുടെ ഷൂവൊക്കെ അവൾ അതിൻ്റെ ഇടയിൽ കൂടെ കാലുകൊണ്ടൊക്കെ തന്നെ ഊരിക്കളഞ്ഞപ്പോൾ സുജാതയെ ഷൂ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഇനി ഇറങ്ങിയിട്ട് വേണം. ഇനി ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കാനുണ്ട്. വണ്ടി കുറച്ച് പുറകിലായിട്ടാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങളിതിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാണെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആൾക്ക് ഷോപ്പിങ്ങിന് വരുമ്പോൾ എന്തോ പ്രത്യേക ഇഷ്ടമാണ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടി നടക്കാനൊക്കെ ആയിട്ട്. നമ്മൾ എടുത്താലും വരില്ല. പക്ഷെ ഇന്ന് ചെറിയൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ എടുക്കണം ഇത്തിരി നിർബന്ധമൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ. സിജ അപ്പോഴത്തെ മീൻ വാങ്ങിക്കാണ്ട് നിൽക്കാൻ കേട്ടോ, അവിടെ ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ കുറച്ച് സമയം പിടിക്കും, അത് കാരണം അവിടെ നിൽക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഓടിയൊക്കെ നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ഇന്ന് ഒരുപാട് ഓഫറിനാണ് ഇട്ടൊന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഞാനത് തേങ്ങാപ്പാലൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ചിക്കൻ വാങ്ങിക്കാനടുത്ത് പോയി. അപ്പോൾ ഇവളെ എൻ്റെ ഒക്കെ തന്നെയായിരുന്നു, ഞാൻ എടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തടക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം സുജാനോട് വീണ്ടും ഓടി നടന്നു. പിന്നെ നമ്മളിതേ വേറെ കുറച്ച് ഐറ്റംസൊക്കെ വേപ്പില, തേങ്ങ, അങ്ങനെ കുറേ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നു വാങ്ങിക്കാനായിട്ട്. ഇന്ന് സിജോനാണൊക്കെ എടുത്തത്. ഇന്ന് ഞാൻ ഇവളെ പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അല്ലെങ്കിൽ സിജോനായിരിക്കും ഒരാളെന്തായാലും അവളെ നോക്കാനായിട്ട് വേണം, ഇല്ലെങ്കിൽ അവൾ എവിടേക്കാണ് ഓടിപ്പോണേന്ന് അറിയില്ല. ഒരു തവണ ഇതേപോലെ ഞങ്ങളുടെ കൈ വിട്ട് ഓടിപ്പോയിട്ട് ആൾ കൂട്ടം തെറ്റിപ്പോയി. പക്ഷെ ആൾ പേടിച്ചൊന്നുമില്ല കേട്ടോ. ഇതേപോലെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം ഒരാളിത് എന്തായാലും നോക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങളിതിവിടെ
അതിലിരുത്തിയേക്കാണ്. അപ്പോൾ അവൾക്കത് പൊട്ടിച്ച് പരിപ്പ് പൊട്ടിച്ച് കൊടുക്കണമെന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു. അപ്പം ഞാൻ അതിലൊരു മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം വേഗം നന്നായിട്ട് തുടച്ച് കൊടുത്തു. ശരിക്കും അതിന് കൊടുക്കാൻ പാടില്ല, എന്നാലും വാശി പിടിച്ച് പോകാനെടുത്ത് കൊടുത്തതാണ്. അവൾക്ക് മുന്തിരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം മുന്തിരി കണ്ടപ്പോൾ അങ്ങനെ എടുത്ത് കൊടുത്തതാണ് കേട്ടോ. പിന്നെ കാഷ്നട്ടൊക്കെ വാങ്ങിച്ചു. കാഷ്നട്ടും കഴിഞ്ഞിരിക്കാൻ കുറേ നാളായിട്ട് കാഷ്നട്ട് വാങ്ങിച്ചിട്ട് അവൾ കഴിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഇത് കൊടുത്ത് നോക്കാമെന്ന് വെച്ചാൽ കാഷ്നട്ട് വാങ്ങിച്ചു. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ എപ്പോൾ കണ്ടാലും വാങ്ങിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് സിജോൻ്റെ ഒരു ചോറും പാത്രം വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ. അവൾ കഴിഞ്ഞ ദിവസം കവറെടുത്ത് പൊക്കി വഴി ചില്ലിൻ്റെ ആയിരുന്നു പാത്രം, അങ്ങനെ തന്നെ പൊട്ടിപ്പോയി. അപ്പോൾ ഈ ചോറും പാത്രം വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഒരു കപ്പ് വാങ്ങിച്ചു, ഹിറ്റ് വാങ്ങിച്ചു. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ മൊബൈൽ ചാരിക്കിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു. പിന്നെ ഹിറ്റൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മളിതേ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് പോന്നു. പിന്നെ സ്പ്രേ ഒക്കെ നോക്കിയായിരുന്നു. ഇന്ന് കുറച്ച് ഓഫർ ഉണ്ട് ഇന്നിവിടെ. അപ്പോൾ അത് നോക്കിയത് സ്മെല്ല് എന്തായാലും കൊള്ളത്തില്ല എന്ന് തോന്നുന്നു. അതിന് സിജു അതെടുത്തില്ല. പിന്നെ അവൾക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ വന്നേക്കാം കേട്ടോ. ഒരു ഫാമിലി പാക്ക് എന്തായാലും എടുക്കാറുണ്ട്, കാരണം വീട്ടിൽ വെച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കാനായിട്ട്. പിന്നെ ഒരെണ്ണം എക്സ്ട്രാ കഴിക്കാനായിട്ടും ഒരു ചെറുതൊരെണ്ണം എടുത്തു. അത് ബില്ലടിക്കേണ്ട മുമ്പേ ഞങ്ങളിവിടെ നിന്ന് കഴിച്ച് തുടങ്ങിയായിരുന്നു. അത് കൊടുത്ത കാരണം ആളവിടെ ഇരുന്നത്. ആളിപ്പോൾ കയറിയിരിക്കുന്നത് പ്രില്ലിൻ്റെ മേലെയാണ് കേട്ടോ. അതൊരു സംഭവം ഉണ്ടായത്, അവളതുമ്പോൾ ചവിട്ടി ആ പ്രില്ല് അങ്ങോട്ട് പൊട്ടിപ്പോയി. ഡിഷ് വാഷ് അത് പൊട്ടി എല്ലാത്തിനും ലീക്കായിരുന്നു. അതെല്ലാം പൊട്ടി നമ്മൾ വാങ്ങിച്ച സാധനത്തുമ്മേ എല്ലാത്തുമ്മേ ആയി കേട്ടോ. എന്നിട്ട് അവർ അവിടെ നിന്ന് ടിഷ്യൂ ഒക്കെ വെച്ച് തുടച്ച് കുറച്ച് സമയം എടുത്തു. പിന്നെ ഇന്ന് വലിയ തിരക്കില്ലാത്തത് കൊണ്ടും ഞങ്ങൾ ചെന്ന കൗണ്ടറിൽ ബാക്കിൽ ആളില്ലാത്തത് കൊണ്ടും ഞങ്ങൾ കുറച്ച് സമയം എടുത്താണ് അവിടെ തുടച്ചൊക്കെ ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങളും ചെയ്തു കേട്ടോ, ഒക്കെ അവർ തന്നെ ചെയ്തത്. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി, കാരണം നമ്മളും ശ്രദ്ധിച്ചില്ല കൊച്ചിനെ. നമ്മൾ അതിൻ്റെ മേലെ കയറ്റിയിരുത്തി, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അവൾക്ക് അറിയത്തില്ലല്ലോ, അവളറിയാണ്ട് കിടന്ന് ചവിട്ടി. പിന്നെ ഇത് ഈ റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇതെല്ലാം തുടയ്ക്കലായിരുന്നു എൻ്റെ പണി. ചപ്പാത്തിമൊക്കെ കംപ്ലീറ്റ് സംഭവമായിരുന്നു. ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് തുടയ്ക്കുകയാണ്. പിന്നെ ഉള്ളിലേക്ക് കയറില്ലല്ലോ, അതൊരു സമാധാനം. പിന്നെ എല്ലാ സാധനത്തും ഉണ്ട്. അവർ രണ്ടാമത് നമ്മൾ കൊടുത്ത കവർ മൊത്തത്തിൽ അവർ മാറ്റിയിട്ട് അവരെല്ലാം രണ്ടാമതുണ്ട്. ഈ കവറൊക്കെ അവർ വേറെ സെപ്പറേറ്റ് ഇട്ട് തന്നതാണ് കേട്ടോ. ചിലതും മാത്രമൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു, എന്നാലും മിക്കരുമ്പം ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം എടുത്ത് തുടച്ചിട്ട് വേണം ഈ രണ്ടാമത് ഫ്രിഡ്ജിൽ കയറ്റാനായിട്ട്. ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ഫ്രിഡ്ജിൽ കയറ്റണമെങ്കിൽ ഇതൊക്കെ തുടയ്ക്കണം. പിന്നെ ഇവളുടെ ഐസ്ക്രീമും ഒന്നും ആയിട്ടില്ല കേട്ടോ. എന്നാലും നമുക്ക് പേടിയായിരുന്നു, കാരണം ഫുഡ് ഐറ്റംസൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വയറ്റിൽ പോയാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അതെല്ലാം തുടച്ചിട്ടാണ് നമ്മൾ എല്ലാം വെച്ചത്. അത് കാരണം നല്ല പണിയായിരുന്നു. പിന്നെ ഇത് കുറച്ച് നേരത്തെ എത്തിയ കാരണം പിന്നെ കാരണം ഫുഡ് കഴിച്ചിട്ടൊക്കെ വേണ്ട കിടക്കാനായിട്ട്. അവൾക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അത് കാരണം എല്ലാം വേഗം ഇതൊക്കെ എടുത്ത് വെക്കുകയാണ്. ക്യാരറ്റൊക്കെ അവൾ അവിടെ കഴിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അതും നമ്മൾ പിന്നീട് കൊണ്ടുവന്നു. കണ്ടില്ലേ, ഇതിലിരിക്കുന്ന ഈ ഡിഷ് വാഷാണ് പൊട്ടിപ്പോയത്. നമ്മളാണ്ട് അവർ കവറൊക്കെ ചുറ്റി വെച്ച് തന്നേക്കാണ്. അങ്ങനെ ഒരു അബദ്ധം ഇതൊരു വലിയൊരു പണിയിൽ നിന്ന് കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മളിത് അവളെ കുളിപ്പിച്ച് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് അമ്മ കുളിക്കാൻ പോയപ്പോഴേക്കും അപ്പം എന്നിട്ട് പറഞ്ഞത് അങ്ങനെ പറഞ്ഞേ. കാലല്ലേ ഒടിച്ചാ, കൈയും പൊട്ടിച്ചാ? അതെ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തപ്പാ. അപ്പ നെഞ്ചത്ത് നിന്നിട്ടത് വെള്ളം ഒഴിച്ചേക്കണേ. കൊച്ച് ബബിളിന്റെ വെള്ളമൊക്കെ ഒഴിച്ചാ? അപ്പഴ മേത്ത് താര വെള്ളം ഒഴിച്ചേക്കണേ? അതാരും ഒഴിച്ചേന്ന് പറ. അത് ചുണ്ടാണോ ഒഴിച്ചത്? ചുണ്ടിന് മുഖം നോക്കട്ടെ അമ്മ, സത്യം പറ. അങ്ങനെയൊക്കെ ചെയ്താ? അയ്യോ അങ്ങനെ അയ്യോ തല്ലില്ല അപ്പനെ. നീയല്ലേ വെള്ളം അപ്പൻ്റെ അഞ്ചിത്താരെ കാല് കയറ്റി വെച്ചേക്കണേ? കാലെടുത്ത് മാറ്റി കുഞ്ഞിക്കാല്. ഇതാരെ വെള്ളം ഒഴിച്ച അപ്പടെ മേത്ത്? ചുണ്ടിന്റെ കാലാര ഒടിച്ചത്?
കാലാരാ തല്ലിയത് അപ്പനാ? അയ്യോ ശൈല പോട്ടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതെ അതെ. അയ്യോ തല്ലല്ലേ, തല്ലാൻ പാടണ്ട അങ്ങനെ. അപ്പയുടെ മുഖത്ത് ഇതൊക്കെ ആരുണ്ടൊക്കെ മാന്തി പൊട്ടിച്ചത്? ഇതൊക്കെ ആര് മാന്തി പൊട്ടിച്ച അപ്പയുടെ മുഖത്ത്? ഈയനെ പൊട്ടിച്ചത്? അപ്പയുടെ മുഖത്ത്? അയ്യേ. അങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു. സിജോ മാത്രമേ കുളിക്കാനുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം അവളുടെ കൂടെ ഒക്കെ ഒന്ന് കളിച്ച് അവളുടെ പരാതികളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ചേരം സംസാരിച്ച് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നേരത്തെ കിടന്നു. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ